തേർഡ് ഇയർ സ്കീം 2024 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങളുടെ ഫോട്ടോ, ഒപ്പ്, പേര് എന്നിവ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തിട്ട് അതിൽ മിസ്റ്റേക്ക് ഉള്ളവരുടെ അടുത്ത് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വരെ 13/3/2024 3 മണി വരെ സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് 15/5/2024 വൈകിട്ട് 3 മണി വരെ ആക്കി നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പൊക്കെയാണ് കുറച്ചും കൂടി നല്ലത്. ഫോണിലാണെങ്കിൽ അത് ലോഗിൻ ചെയ്യണതിന് മുമ്പ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അവിടെ മെമ്മോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കറക്റ്റ് ആക്കിയവർക്ക് വരില്ല. അങ്ങനെ അത് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വന്നേക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഫോട്ടോയാണോ, സിഗ്നേച്ചറാണോ, വേറെ SLCയുടെ സർട്ടിഫിക്കറ്റ് ആണോ എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ചെയ്ത് കൊടുത്തവരുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. മെമ്മോ വന്നു, അതിൽ മിസ്റ്റേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തവരാണെങ്കിൽ പോലും ഉടനെ തന്നെ അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അറിയാനും പറ്റില്ല. അപ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മിക്കവാറും ഒരു 24 hours എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കുക. ആ മെമ്മോ അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ, അത് അവിടെ നിന്ന് പോയോ, വീണ്ടും ആ മെസ്സേജ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇല്ലയെന്നാണ് കാണിക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ 15/5/2024 വൈകിട്ട് 3 മണിക്ക് മുമ്പ് ഒന്നും കൂടി നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നോക്കണം മെമ്മോ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ദയവായിട്ട് നോക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, നിങ്ങൾ ഇത് എക്സാം എഴുതാൻ അനുവദിക്കൂലേ ഈ മെമ്മോ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യണം നിർബന്ധമുണ്ടോ എന്ന് കണ്ടു. അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്ഷയയിലോ കഫേയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യണമെന്ന് നല്ലത്. തീർച്ചയായിട്ടും ലോഗ് ഔട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അതിൽ കയറി ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ. സോ നിങ്ങൾ തീർച്ചയായിട്ടും ലോഗ് ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ലോഗ് ഔട്ട് നിർബന്ധമില്ല, പക്ഷേ ലോഗ് ഔട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഈ എക്സാം എഴുതാൻ പറ്റില്ലേ എന്നുള്ളതാണ്. അതായത് എല്ലാ വർഷവും നിങ്ങളിപ്പോൾ കാണാം നോട്ടിഫിക്കേഷൻസും തിരുത്തലുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തിരുത്താനും നിങ്ങളെ എക്സാം എഴുതിക്കാനും നിങ്ങളുടെ അലോട്ട്മെൻറ്റുകളിലാണെങ്കിലും ഒക്കെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നേരിട്ട് വരെ കോൺടാക്റ്റ് ചെയ്ത് മിസ്റ്റേക്കുകൾ തിരുത്താൻ പറയുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവരും നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നോ, മെയിൽ അയക്കുന്നോ, മെസ്സേജ് അയക്കുന്നോ ഒന്നുമല്ല. ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ പോലും 15/5/2024 എന്നുള്ള ആ ഡേറ്റ് ഒന്ന് നീട്ടിയേക്കുന്നത് പോലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചെയ്തത് ശരിയാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പേരൊന്നും മെമ്മോ ക്ലിയർ ചെയ്യാത്തത് കൊണ്ടോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു മെമ്മോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ചുമ്മാ പറഞ്ഞാലും മതി. ഇങ്ങനെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഇങ്ങനെ എടുക്കുന്നവർ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യം ഒന്ന് വോയിസ് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് മനസ്സിലായില്ല എങ്കിലും, നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിലും ഓക്കെ, നിങ്ങളിപ്പോൾ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം. അവിടെ നിന്ന് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ മെയിൽ അയക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഇത്രയും പറയാനുള്ളൂ. ഇപ്പോൾ നിലവിൽ വന്നേക്കുന്ന ഈ മെമ്മോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല. ലോഗിൻ ചെയ്യുമ്പോൾ മെമ്മോ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് ക്ലിയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അവിടെ ആ ഒരു മെമ്മോ ഡീറ്റെയിൽസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, മെമ്മോ അവിടെ നിന്ന് പോയിട്ടില്ല എങ്കിൽ അവിടെ എന്താണോ മെസ്സേജ് കാണിച്ചേക്കണേ അത് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.